ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ടി.പി. രജീഷാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക വികസന രംഗത്ത് പ്രധാന പങ്കുവഹിക്കുന്ന സ്ക്രാപ്പ് മേഖലയിൽ നൂതന സംരംഭങ്ങളിലൂടെ പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നതിനും അജൈവ മാലിന്യ സംസ്കരണത്തിന്റെ സാധ്യതകൾ PPP മാതൃകയിലൂടെ പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചത്. പ്രാരംഭ ബാക്കി ഉൾപ്പെടെ 37,95,16,540 രൂപ വരവും 35,54,66,309 രൂപ ചിലവും 40,50,231 രൂപ നീക്കിയിരിപ്പും വരുന്ന മിച്ച ബജറ്റാണ് പഞ്ചായത്ത് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബജറ്റ് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ പ്രകാശനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ടി.പി. രജീഷ് ബജറ്റ് അവതരിപ്പിച്ചു. സന്തുലിതമായ ഒരു വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നതിലൂടെ മാത്രമേ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ ഭാവിയെ മുന്നിൽ കണ്ട് രൂപപ്പെടുത്തിയെടുക്കാനാവൂ എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. സ്ക്രാപ്പ് മേഖലയിലെ നൂതന സംരംഭങ്ങളിലൂടെ പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നതിനും അജൈവ മാലിന്യ സംസ്കരണത്തിന്റെ സാധ്യതകൾ PPP മാതൃകയിലൂടെ പരിഹരിക്കുന്നതിനുമുള്ള വിശാലാർത്ഥത്തിലുള്ള പദ്ധതികൾക്ക് 2024-25 തുടക്കമിടുന്നതിനും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട്. വിഭവ സമാഹരണത്തിലും പഞ്ചായത്ത് 23-24 മികവ് തെളിയിച്ചു. അധിക വിഭവ സമാഹരണ രംഗത്ത് വിജയിച്ചുവെങ്കിലും നിലവിലുള്ള വിഭവങ്ങൾ പൂർണ്ണമായും സമാഹരിക്കുന്നതിൽ നമ്മൾ ഇനിയും മുന്നേറേണ്ടതായിട്ടുണ്ട്. തനത് വരുമാനത്തിന്റെ 90% സമാഹരിക്കുന്നതിൽ നിന്നും പിന്നോക്കം പോയാൽ ഗ്രാന്റുകളിൽ വെട്ടിക്കുറവുണ്ടാകുമെന്ന ധനകാര്യ കമ്മീഷൻ ശുപാർശ അതീവ ശ്രദ്ധയോടെ ഈ രംഗത്ത് പുലർത്തേണ്ടതിന്റെ ആവശ്യകത വിളിച്ചോതുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, ഉൽപാദന മേഖല, മാലിന്യം, ശുചിത്വം, പാർപ്പിടം, വില്ലേജ് ടൂറിസം എന്നിവയ്ക്ക് മുൻഗണന നൽകിയാണ് ബജറ്റ് ആവിഷ്കരിച്ചത്. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, പുഷ്പലത, സെക്രട്ടറി P. അജയകുമാർ, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു.